ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളിലേക്കാണ്. കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നു. കട്ടിളപ്പാളി കേസിലെ ജാമ്യാപേക്ഷയാണ് പരിഗണിക്കുന്നത്. ദ്വാരപാലക കേസിലെ ജാമ്യാപേക്ഷ തന്ത്രി ഇന്ന് സമർപ്പിക്കും. റിമാൻഡിലുള്ള മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി നാളെ കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യുന്നുണ്ട്. സഫാൻ VP വിവരങ്ങൾ നൽകും. സഫാൻ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ, അത് തന്ത്രിയുടെ ജാമ്യാപേക്ഷയാണ്. അത് സ്വാഭാവികമായിട്ടും ഇനി എന്താണ് അതിലൊരു ഉത്തരവുണ്ടാവുക എന്നുള്ളത് അത് SITയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അതിനപ്പുറത്തേക്ക് ഈ അന്വേഷണത്തെ SITനെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? കാരണം ഹൈക്കോടതിയിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു നിലയ്ക്ക് ഒരു ഇടക്കാല കുറ്റപത്രം വന്നേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അന്വേഷണം ഏതൊക്കെ ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്? എങ്ങനെയാണ് അന്വേഷണത്തിന്റെ പുരോഗതി? ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു നിർണായകപരമായ അറസ്റ്റ് തന്നെയായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് രണ്ട് കേസാണ് SIT ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത്. കട്ടിളപ്പാളി കേസും ദ്വാരപാലക കേസിലും. രണ്ട് കേസിലും ഈ കണ്ഠരര് രാജീവരെ പ്രതിയാക്കിയായിരുന്നു SIT അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി കട്ടിളപ്പാളി കേസിലാണ് കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ദ്വാരപാലക കേസിൽ ഇന്ന് ഈ തന്ത്രി ഈ ജാമ്യം പരിഗണിക്കാനുള്ള ഹർജി നൽകുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായിരുന്ന സുധീഷ് കുമാറിൻ്റെ സ്വാഭാവിക ജാമ്യവും നാളെ കോടതി പരിഗണിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കുറ്റപത്രം വൈകുന്നതുമായി ബന്ധപ്പെട്ട് SITക്ക് മുന്നിൽ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഒരു അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം വലിയ വിമർശനമാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരുന്നത്. 90 ദിവസം ഈ കേസിൽ രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള പ്രതികൾ പുറത്തു പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് 90 ദിവസം ഈ കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ കേസിലെ പ്രധാനപ്പെട്ട പ്രതി കൂടിയായ മൂരാരി ബാബു ഈ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ജയിൽ മോചിതനാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടുതൽ പ്രതികൾക്ക് പുറത്തു പോകാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുമെന്നും ഇത് SITക്ക് മേലുള്ള ഈ ജനങ്ങളുടെ വിശ്വാസത്തെ കുറച്ച് കാണിക്കുമെന്നുള്ളൊരു കാര്യമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ തന്ത്രി കണ്ഠരര് രാജീവരുടെ ഈ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത്. തന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം തുടക്കം മുതലേ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഈ അഡ്മിനിസ്ട്രേറ്റീവുമായ പരമായിട്ടുള്ള കാര്യങ്ങളിൽ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ താൻ ഇടപെട്ടിട്ടില്ല എന്നുള്ള വാദമാണ് ഈ തന്ത്രി കോടതിയിലും പറയുന്നത്. അതിനപ്പുറത്തേക്ക് ആചാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്വർണം കടത്തിയതുമായി ബന്ധപ്പെട്ട് തനിക്കൊരു ഉത്തരവാദിത്വമില്ല എന്ന തരത്തിലുള്ള വാദങ്ങളാണ് ജാമ്യ ഹർജിയിലും ഈ തന്ത്രി കണ്ഠരര് രാജീവർ ഇന്ന് ഉയർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഈ കുറ്റപത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒരു ഇടക്കാല കുറ്റപത്രം നിലനിൽക്കുന്നില്ല നിലനിൽക്കില്ല, അത് പ്രശ്നമാകുമെന്നുള്ളൊരു നിയമോപദേശമാണ് SITയെയും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഴുതടച്ചുള്ള കുറ്റപത്രം തയ്യാറാക്കാൻ ഇനിയും സമയം വേണമെന്നുള്ളൊരു നിലപാടാണ് SITക്കുള്ളത്. അതിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ 90 ദിവസമായുള്ള സാഹചര്യത്തിൽ പ്രതിപക്ഷം അടക്കം വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്, എന്തുകൊണ്ടാണ് SITക്ക് ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്തെന്നുള്ളൊരു വിമർശനമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒരു പഴുതടച്ചുള്ള കുറ്റപത്രം തയ്യാറാക്കാനാണ് SITയും കടക്കുന്നത്. അതിനിടയിലാണ് ഈ തന്ത്രിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നത്. ജിൽസി നൗഫൽ. സഫാൻ VP ആണ് വിവരങ്ങൾ നൽകിയത്.